ഫ്ലെക്സ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചില്ല ഗൈസ്. നമ്മൾ ഇവിടുന്ന് അങ്ങ് ഇറങ്ങി. എന്താന്ന് നോക്കിയില്ല, ഇറങ്ങി. ഉള്ള പൈസക്ക് നമ്മൾ പെട്രോൾ അടിച്ചിട്ടാണ് നമ്മൾ പോവാ. നമ്മൾ എങ്ങനെ പെട്രോൾ അടിച്ചെന്നുള്ളത് കാണിച്ചു തരാം അല്ലേ. അതൊരു വലിയൊരു കഥയാണ്. വലിയ കഥയില്ല, ചെറിയൊരു കഥയാണ്, എന്നാലും അത് കാണിച്ചു തരാം. 7:59 AM. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു കണ്ടന്റ് ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നന്ദു പറഞ്ഞത് എന്താ ഇന്നത്തെ കണ്ടന്റ് കാശ് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തായ്ലൻഡ് കണ്ടന്റ് ഫോട്ടോ ഐഡിയ പറഞ്ഞു. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റോ? ഈ സാധനം വിറ്റിട്ടാണ് ഇന്ന് പോകാനുള്ള പ്ലാൻ ഇട്ടേക്കുന്നത്. ഫിൽറ്റർ ഉള്ള ഗൈസ്. കണ്ണേനന്റെ പഴയ വണ്ടി. കണ്ണേനൻ പണ്ട് കുറെ ആക്സിഡന്റ് ഉണ്ടാക്കിയ വണ്ടിയുണ്ട്. ഞാനും എല്ലാരും അനുഭവസ്ഥരാണ് ഗൈസ്. ഇത് BS4 സൈലൻസർ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുല്ലൂർ ഏതെങ്കിലും ഒരു ആക്രിക്കടയിൽ പോയി ചോദിച്ചാൽ മതി. ഏത് ആക്രിക്കടയാണ് നമ്മൾ കാണിക്കാം. അപ്പൊ നമ്മളത് വിറ്റിട്ട് നമ്മൾ ഈ പൈസക്ക് ഞങ്ങൾ പോകുന്നതായിരിക്കും. ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് ഇത് വിൽക്കാൻ പറ്റും ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വണ്ടിയിൽ ഒരു ഓട്ടോക്കാരെ കൊണ്ട് ചേർത്തി ഇന്നലെ. അതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പെയിന്റ് അടിക്കേണ്ടത് പോയി. അപ്പം നമ്മൾ പേഴ്സണൽ പെയിന്ററാണ്. പുള്ളിയുടെ ഫോട്ടോ അങ്ങനെ കാണിക്കണം പറഞ്ഞു. അപ്പം നമ്മൾ ചെന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തത് ഗൈസ് വ്യാഴാഴ്ചത്തേക്ക്. എൻ്റെ വണ്ടിയുടെ പെയിന്റ് അടിക്കണേ 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. വ്യാഴാഴ്ച പെയിന്റ് അടിക്കാമായിരിക്കാം. അടിച്ചു തരുമായിരിക്കും. വെള്ളിയാഴ്ച കല്യാണമല്ലേ? ശനിയാഴ്ച. എന്നാലും എൻ്റെ കഷ്ടകാലം ഇങ്ങനെ ഉച്ചയിലടിച്ചിരിക്കുന്നതിനെ കുറിച്ച് വണ്ടി വെളിയിൽ ഇറക്കാതെ കൊണ്ട് നടന്നതാ. പക്ഷേ ഒരു അത്യാവശ്യം വന്നപ്പം ഇന്നലെ വണ്ടി വെളിയിൽ ഇറക്കേണ്ടി വന്നു. എന്നും പോകുന്ന റോഡ് ഞാൻ എല്ലാ ദിവസവും നോക്കാതെ ഇരിക്കുന്ന. ഇന്നലെ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് നോക്കി തിരിച്ചിട്ടും ഒരു കാര്യമില്ല. പാസ് ലൈറ്റ് വരെ ഞാൻ ഓട്ടോക്കാരൻ ജസ്റ്റ് ഓട്ടോ തിങ്സ്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഓട്ടോക്കാരെ കണ്ടാൽ സൈഡ് ഒതുക്കരുത്. ഇവര് തമ്മിൽ മത്സരമായിരുന്നു കുറച്ച് നേരമായിട്ട് ഇവര് തമ്മിൽ മത്സരമായിരുന്നു. ഇപ്പൊ ഒരു പരിഹാരത്തിലെത്തി. ഈ പുള്ളി മറ്റേ പുള്ളി ഓവർടേക്ക് ചെയ്ത് എങ്ങനെ ഇടിച്ചിരിച്ചോണ്ട്. എല്ലാരും കൊള്ളത്തില്ല നല്ല പറയുന്നത്. എല്ലാരും കുറ്റം പറയുന്നില്ല, പക്ഷെ ചിലര് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ലെഫ്റ്റ് ഫോട്ടോ എന്തായാലും വലിയ ഫണ്ണായിട്ടുണ്ട്. അപ്പൊ ഇനി സൈലൻസർ കൊടുത്തിട്ട് ഇതാണ് മുന്നോട്ട് തൂക്കുപാലം. 1877 പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചത്. ഇതിലിട്ടേക്കുന്ന അക്കേഷ്യ തടിയാണ് ഗൈസ്. വീണ്ടും അടുത്തവൻ നോക്കൂ. ഓട്ടോക്കാരെല്ലാരും നിരോധിക്കണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് ഓവർടേക്ക് ചെയ്ത പുള്ളി. ഇതാണ് കല്ലടയാർ. ഇന്നലെ മഴക്കോളുണ്ട്. ഈ ജഡ്സിൽ വെച്ചാണ് ഇന്നലെ വണ്ടി കാർ ഇറങ്ങി വരുന്നതാണ് കണ്ടോ. അവിടെ വെച്ചിട്ടാണ് കേസ് വണ്ടി അടിച്ചത്. അവിടെ തന്നെ പിന്നെ പോവാ റീക്രിയേഷൻ. എനിക്ക് റീക്രിയേറ്റ് ചെയ്യണ്ട, ഞാൻ വീട്ടിൽ പോവാം. ആക്കര വിളിച്ചിട്ട് കാണാം. ആക്കരക്കടയിൽ ചെന്നിട്ട് കാണാം. ബൈ ബൈ. അങ്ങനെ ആക്കരക്കടയിലെത്തി. എന്തോരം കുപ്പിയാന്ന് നോക്കിയ പ്ലാസ്റ്റിക്. ഇതാണ് ആക്കരക്കട. നമ്മൾ പുല്ലൂർ ചന്തക്കകത്തുള്ള ഒരു ആക്കരക്കടയാണ് കേസ് വന്നിട്ടുള്ളത്. ആക്കരക്കടയെ കൊണ്ട് ആൻസർ കൊടുത്തിട്ട് എങ്ങനെയാ റേറ്റ്, എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. എത്ര രൂപ? 4 കിലോയുടെ ആൻസർ ആയിരുന്നു. 100 രൂപ കിട്ടും. 100 രൂപയ്ക്ക് റോയൽ എൻഫീൽഡിന്റെ ഓതറൈസ് സാധനമാണ് കൊടുത്തത്. 100 രൂപ. അങ്ങോട്ടാ പോകുന്നതെന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. എന്നാലും ഇതിനകത്ത് പറയണ്ടല്ലേ, ഇതേപോലെ രണ്ട് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. ബിക്കോസ് വലിയ വീഡിയോ ആയിരിക്കും. അപ്പൊ 2 പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട് വെള്ളിയാഴ്ച ഇത് അപ്ലോഡ് ചെയ്യും. അപ്പം എഡിറ്ററിന്റെ കോൺഫിഡൻസിലാണ്. അതെ നമ്മള് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എവിടെ പോകുന്നത് കണ്ടുപിടിക്കായിരിക്കും. അത് ഗസ് നിങ്ങളൊക്കെ ഗസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഗസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ അവിടെ പോയി മേടിക്കുന്ന ഒരു സാധനം ഫ്രീ ആയിട്ട് തരും അല്ലേ. സാധനം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ടാണ് തരുന്നതായിരിക്കും. നമ്മൾ ഗിവ് അവേ പോലെ കൊടുക്കാനാണ് നമ്മുടെ പ്ലാൻ. അതെ പ്ലാൻ.
എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടേ. എന്നൂര് പോലെ കമന്റ് സെക്ഷൻ ആക്റ്റീവ് ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കമന്റിൽ റിപ്ലൈ ചെയ്യാനൊരു ഫണ്ടില്ല. ആദ്യമേ എല്ലാവരും കമന്റ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ആരും കമന്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കമന്റിൽ റിപ്ലൈ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആക്കാം. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് കാണാം ബാക്കി വഴിയോര കാഴ്ചകൾ കാണിച്ചു തരാം. നല്ലൊരു പുനലൂരിലെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് കിളങ്കാവ്. നിങ്ങൾ ഇവിടെ വരുന്നവർ ദൈവത്തെ ഓർത്ത് പ്ലാസ്റ്റിക് വരികിടരുത്. പ്ലാസ്റ്റിക് കാരണം ഈ പൂജ്യ സ്ഥലത്തോട്ട് ഇപ്പം വരാൻ വയ്യ. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ഏക ചെക്ക് പോസ്റ്റ്. ഏക ചെക്ക് പോസ്റ്റ് മാത്രമല്ല, ഏക ക്രിക്കറ്റ് ഗ്രൗണ്ട്. അവിടെ നല്ല ചെക്ക് പോസ്റ്റ് എപ്പോഴും തുറന്നില്ല, പക്ഷെ രാത്രി വന്നാൽ അവർ ചോദിക്കും എവിടെ പോകാം. അകത്ത് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര പാമ്പാ ഗൈസ്. ഇപ്പൊ ഞാൻ നമ്മൾ ഓർമ്മയാവും വീഡിയോ കണ്ടിന്യൂറ്റി ഇല്ലാതെ ജീവിതം മരിച്ചു. ഈ വീഡിയോ പുറത്തു വരാതെ ഇപ്പൊ ഗൈസ്. പിന്നെ അഭിരാം ഉണ്ടായോണ്ട് നമ്മൾ പേടിക്കണം. അഭിരാം ഒരു വള്ളി കേസാണ്, പ്രശ്നക്കാരനാണ് കേസ്. അലനാണ് പ്രധാന പ്രശ്നക്കാരൻ. അലനില്ലാത്തോണ്ട് ഇപ്പൊ അഭിരാമായി ജോലി ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നലെ അലൻ ജിമ്മിൽ ഈഗോ കേട്ടോ. പുള്ളി വേറൊരു പുള്ളിയായിട്ട് ജിമ്മി പാട്ടിടുന്നതിന് വേണ്ടി പോയി ജിമ്മിൽ പാട്ടിടുന്ന ആരെങ്കിലും ആയിരിക്കും പാട്ടിടുന്നത്, ഇന്ന ആളെന്നൊന്നുമില്ല. അപ്പൊ എന്നും വന്ന് പാട്ടിടുന്ന ഒരാളുണ്ട്. അപ്പൊ ആ പുള്ളി ഇന്നലെ എന്നും ആ പുള്ളിയാണ് പാട്ടിടുന്നത്. അപ്പൊ ഇന്നലെ അലൻ ജിമ്മി വന്നപ്പോഴത്തേക്ക് അലനെ പാട്ടിടണം. അങ്ങനെ അലൻ കണക്ട് ചെയ്യും, പിന്നെ പുള്ളി കണക്ട് ചെയ്യും. അപ്പൊ അലൻ പാട്ട് ഇട്ടോണ്ടിരുന്നു. അലന്റെ പാട്ട് തോലുകയായപ്പോ മറ്റേ വീണ്ടും കണക്ട് ചെയ്യാൻ നോക്കി. പിന്നെ ഈഗോ പ്രശ്നമായി. അതെ, വർക്കൗട്ട് ചെയ്യാതെ 1.5 മണിക്കൂർ ആവാൻ ഒരു മിഷന്റെ പുറത്തും കയറിയിരുന്ന് പാട്ട് ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ആവുന്നു, കണക്ട് ആക്കും. രണ്ടുപേരും മറ്റേ പുള്ളിയും യവനും കൂടെ മത്സരിച്ചിരുന്ന് ചെയ്യുമായിരുന്നു. നമ്മള് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു. വർക്കൗട്ട് ചെയ്യാതിരുന്ന പാട്ട് എല്ലാ ദിവസവും 9 മണിയാകുമ്പോ ജിമ്മിൽ നിന്ന് പോകാം. ഇന്നലെ 10 മണി 10:30 ആയിട്ടാവും പോകുന്നത്. അവൻ 10 മണിക്ക് അവൻ ചെയ്തിട്ട് വർക്കൗട്ട് തീർന്നിട്ടില്ല. അവനൊരു സെറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് പാട്ടിടാൻ തുടങ്ങിയത്. ആ സെറ്റ് തീർക്കാൻ വേണ്ടി അവന് 1.5 മണിക്കൂർ തീർന്നു. അവസാനം പക്ഷെ അല്ല തോൽവി സമ്മതിച്ചു. അല്ലൊരു നേരത്തെ വീട്ടിൽ പോകേണ്ടതുണ്ടായതുകൊണ്ടും മാത്രം അവൻ തോൽവി സമ്മതിച്ചു. അവസാനം ആ ഒരു സാധനം ഇട്ടിട്ട് ഇറങ്ങിപ്പോയത്. അത് പുള്ളിക്ക് മനസ്സിലായി എന്തായാലും പുള്ളിക്കുള്ളയാന്ന്. കൊല്ലംകാരുടെ സ്പോട്ട് നമ്മളതുകൊണ്ട് നമ്മളവിടെ കയറുന്നില്ല. നിങ്ങൾക്ക് അതിന് ലുക്കൗട്ടിനെ കൂടുതൽ വിഷ്വൽസ് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഗൂഗിളിലോ ഇഷ്ടം പോലെ എടുത്തുണ്ട്. അല്ലെങ്കിൽ മറ്റേ സിനിമയുണ്ട്, വേട്ട സിനിമയ്ക്കകത്ത് ഇതുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. മഞ്ജു വാര്യരും ഇന്ദ്രിജിത്ത് എന്തായാലും ഉണ്ടത്. അല്ലെങ്കിൽ ഗൂഗിളിൽ എന്തിനൊക്കെ ചെയ്യുന്നത്? വെറുതെ ഇങ്ങനെ ഇരിക്കാതെ വല്ലൊക്കെ പണിയെടുക്കേ. അതെ, വല്ലതൊക്കെ ചെയ്യും. ഇത് മാത്രം ഇങ്ങനെ കണ്ടോണ്ടിരുന്നത്. പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കും നിങ്ങൾ. ഞങ്ങളെ പോലെ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കണം. പിന്നെ റിക്രൂട്ട്മെന്റ് ഉണ്ട്. റിക്രൂട്ട്മെന്റ് ആണല്ലോ അത്. അതെ, നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. വേണ്ട. അതെ, നല്ല അത്യാവശ്യം ജെൻസി വൈബുള്ള പിള്ളേരെ കാണാം ഉണ്ടെങ്കിൽ അതെ നമ്മൾ കൂടെ കൊണ്ടുവന്നായിരിക്കും. ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ട്, ഇതേ പേര് തന്നെ. ഒരു അതിൽ മെസ്സേജ് അതെ നമ്മൾ കൂടെ കൊണ്ടുവന്നായിരിക്കും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, നമ്മൾ ഒറ്റ മൈൻഡാ. ഇപ്പൊ തീരുമാനിച്ച് ഇപ്പൊ അങ്ങ് പോകും. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അതൊക്കെ കേരളത്തിലെ അവസാനത്തെ ബിവറേജ് ലോഡ് ഇറക്കുന്നവിടെ. അതെ, കേരളത്തിലെ അവസാനത്തെ ബിവറേജാണ്. ഇനി നമ്മൾ വേണമെങ്കിൽ ഗൈസ് നമുക്ക് വേറൊരു ടൂർ ചെയ്യാം. അതായത് തമിഴ്നാട്ടിലെ ടാസ്മാക്കുകൾ ട്രൈ ചെയ്യാം. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ചെന്നിട്ട് വല്ല തിന്നാനേ പറ്റും ഗൈസ്. നമ്മൾ മദ്യപിക്കാറില്ല. മദ്യം ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ തന്നെ നമ്മളിതൊരു അറിവായിട്ട് പറഞ്ഞാണ്. നമുക്ക് പോവാം, ബാക്കി കാഴ്ചകൾ കാണാം. ഒരു കൂട്ടം തമിഴ്നാട് പയ്യന്മാർ, തമിഴ്നാട് കുളന്തകൾ ട്രിപ്പ് വന്നേന്ന് തോന്നുന്നു കേരളം കാണാൻ. ദൂരത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇത്
ഇതാണ് തമിഴ്നാട്, ഇതാണ് കേരളത്തിൽ ഗ്രാമഭംഗി. അതെ, ഇവിടെ മഴ, അവിടെ വെയില്. എന്ത് പ്രതിഭാസം! സൂക്ഷിച്ച് നോക്കിയാൽ വിൻഡ് മില്ല് കാണാം. എവിടെ? അപ്പോൾ നമുക്ക് സഞ്ചാരം തുടരാം. കാണുന്നുണ്ടോ നിങ്ങൾ കറങ്ങുന്നത്? ആ, ഇത് കാണുന്നുണ്ടോ കേട്ടോ. കൊള്ളാം കേട്ടോ ഈ ക്യാമറയൊക്കെ. പിന്നെ വീണ്ടും നമുക്ക് തുടങ്ങാം. അപ്പൊ ഇനി നമുക്ക് ഇനിയും വീണ്ടും യാത്ര. തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ്. ആ ചേട്ടൻ എന്തോ കടയിൽ നിന്ന് മേടിച്ചു. ആ കൊരങ്ങന്മാരെല്ലാരും നമ്മളങ്ങനെ കുടിയേറെത്തി. കേരളത്തിൽ ഇല്ലാത്ത സാധനം വയലുകൾ. നമുക്കിനി ഇവിടെ കയറി കുറച്ച് ഇന്ധനം അടിക്കാം. ഇവിടെ കണ്ടോ 108 രൂപയുള്ളൂ കേസ് പെട്രോളിൻ്റെ വില. 108 രൂപ. വൗ. ഹലോ, നമ്മൾ എവിടെ എത്തി? ചായ കുടിക്കാൻ നമ്മളങ്ങനെ ഗുണ്ടുണ്ട്, സുഖിയനുണ്ട്. അതെ, ഗ്രാമഭംഗി വിത്ത് ചായ. എനിക്ക് ബോൺവിറ്റാണ്. തമിഴ്നാട്ടിൽ മാത്രം കിടന്ന ബോൺവിറ്റ. കയ്യിലൊരു ഗുണ്ടും ഉച്ചക്കൊന്നും കഴിച്ചില്ല. ബൂസ്റ്റ്, ബോൺവിറ്റ, എങ്ങോട്ടും വളരെ ശരിയാ. ഞാൻ കോംപ്ലാൻ കുടിച്ച് ഒന്നുകൂടെ കുറച്ചും കൂടെ നീളം വെക്കാന്ന് വിചാരിക്കുന്ന കേസ്. തമിഴ്നാട് വരെ എത്തി. ഇനി എങ്ങോട്ടെന്നുള്ളൊരു ചോദ്യം അല്ലേ? നമ്മൾ ടിപ്പിക്കലി ഇവിടെ ഒരു ആവശ്യത്തിന് വന്നതാണ്. പിന്നെ ടിപ്പിക്കലി അല്ല, ഒരു കാര്യത്തിന് നമ്മളൊരു ആവശ്യത്തിന് വന്നതാ. പിന്നെ നമ്മൾ അതിന്റെ സൈഡിൽ കൂടെ ഒരു ആവശ്യം കൂടെ നടത്തുന്നു. ഞങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് കേസ്. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. അതിന്റെ ഒരു PR ആയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഒരു സൈഡ് ബിസിനസ് രീതിയിൽ വാഴ നരേന്റെ കൂട്ടത്തിൽ ചെയ്യാനാണ്. അപ്പം നമ്മളെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രീ ആ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്.